ഒഴിഞ്ഞിരുന്നിട്ട് റബ്ബേ ഞാൻ ആരാ, ഞാൻ എങ്ങോട്ടാ, എന്റെ അവസ്ഥ എന്താ, ഇന്ന് മരിച്ചു പോയാൽ സ്വർഗമാണോ നരകമാണോ, ഇങ്ങനെ വളരെ സീരിയസ് ആയി ചിന്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇബ്രാഹിം തൈമി റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം എന്നും ദിവസത്തിൽ ഒരു സമയം മാറ്റി വെച്ചിട്ടാണെന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ഒരു സമയം അങ്ങനെ മാറ്റി വെച്ചിരിക്കണം, ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, രാത്രികാലങ്ങളിൽ മണലാരണത്തിൽ മുട്ടുകുത്തിയിട്ട് രണ്ട് കൈയും ഇങ്ങനെ നീട്ടിയിട്ട് പറയുന്നതാണ്, യാ നഫ്സ് മാദാ അമിൽതൽ യൗം, ഓ നഫ്സേ നീ എന്താണ് ഇന്ന് ചെയ്തിട്ടുള്ളത്, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു നീ ഇന്ന്, യാ നഫ്സ് മാദാ അഅദത്ത ലിഗദ്, ഓ ആത്മാവേ നാളേക്ക് വേണ്ടി നീ എന്ത് നിന്റെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇതാരാ ചിന്തിക്കുന്നത്? ഒരു രാഷ്ട്രത്തിന്റെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സമയങ്ങളിൽ നിന്ന് ഏറ്റവും വലിയൊരു സമയത്തെ ഹിസാബിന്, തന്റെ മുഹാസബത്തുൻ നഫ്സിന്, ആത്മവിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഖബറിൽ നിന്നാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ മയ്യത്ത് മറമാടാൻ വേണ്ടി ബഖീഉൽ അർഖദിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം അവര്. അപ്പോ ബഖീഉൽ അർഖദിലെത്തി, പക്ഷേ ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പൊ മയ്യത്ത് അപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇവർ ചുറ്റുയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ചുറ്റിയിരുന്നു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് റസൂലെ മണ്ണിൽ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇടക്ക് ഖബറിലേക്കും നോക്കും, ഇടക്ക് മുകളിലേക്കും നോക്കും, ആകാശത്തിലേക്കും നോക്കും. ഈ സ്വഹാബത്ത് ശ്രദ്ധിച്ച് നോക്കണം, എന്തോ റസൂലിന് പറയാനുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തെ ഇസ്തഇദ്ദൂ ലിഹാദി, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ 3 കണ്ടം തുണിയിൽ പൊതിഞ്ഞ് ആ കർപ്പൂരത്തിന്റെ വെള്ളത്താൽ കുളിപ്പിക്കപ്പെട്ട് പനിനീർ തുള്ളികൾ നമ്മുടെ കഫംപുടവയിൽ തെളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഷോൾഡറിലേക്ക് എടുത്തു വെച്ച് കണ്ണുനീരിനാൽ ചാലിച്ച ഒരു യാത്ര നമുക്ക് വേണ്ടി എല്ലാവരും തരും. പ്രിയപ്പെട്ട പ്രിയതമ പൊട്ടിക്കരയും. മക്കൾ അന്ന് യതീമുകളായി മാറും. വീട്ടിൻ്റെ ഉള്ളിലെ ശബ്ദ കോലാഹലങ്ങൾ അവസാനിക്കും. നിശബ്ദരായി നമ്മളെ കൊണ്ടുപോയി ആ മണ്ണറക്കുള്ളിൽ ഇറക്കി വെക്കും. അതുകൊണ്ട് റസൂല് പറഞ്ഞു, ഇസ്തഇദ്ദൂ ലിഹാദി, ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ, ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടി തയ്യാറായിക്കോ. അത് അല്ലാഹു അവസാനം പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കുന്ന ദിവസമാണ്.